നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോംബ് സൈക്ലോൺ അമേരിക്ക വിറങ്ങലിച്ച് നിൽക്കുന്നു. യുഎസിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഞ്ഞുവീഴ്ച. വിവിധ പ്രദേശങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ വീടുകളിൽ കുടുങ്ങിയിരിക്കുന്നത്. ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും ഗതാഗതം പൂർണ്ണമായി താറുമാറായി. വിദ്യാലയങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും നീണ്ട അവധി. ചില സ്ഥലങ്ങളിലെങ്കിലും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും 2 അടിയിലധികം മഞ്ഞ് അടിഞ്ഞുകൂടി കിടക്കുന്നു. റോഡ് ഐലൻഡിലെ വാർവിക് എന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച 3 അടിയിലേറെ. യുഎസിലുടനീളം 10,000-ത്തിലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ന്യൂയോർക്ക്, ബോസ്റ്റൺ, ന്യൂജേഴ്സി വിമാനത്താവളങ്ങളിലാണ് മഞ്ഞുവീഴ്ച കാര്യമായി ബാധിച്ചത്. അതിശക്തമായ കാറ്റും കനത്ത മഞ്ഞും കാരണം മരങ്ങൾ കടപുഴകി വീഴുന്നു. ഏകദേശം 5 ലക്ഷത്തോളം വൈദ്യുതി ഉപഭോക്താക്കൾ ഇരുട്ടിലാണ്. 24 മണിക്കൂറിനുള്ളിൽ വായുമർദ്ദം കുത്തനെ ഇടിയുന്ന ബോംബ് സൈക്ലോൺ അമേരിക്കയെ വിറപ്പിക്കുന്നു. കനത്ത മഞ്ഞുവീഴ്ചയാണ് ഈ പ്രതിഭാസത്തിന് കാരണം. മഞ്ഞുവീഴ്ച തുടരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ വടക്ക് കിഴക്കൻ മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ ആഴ്ച അവസാനം മറ്റൊരു മഞ്ഞുവീഴ്ചയ്ക്ക് കൂടി തയ്യാറെടുക്കാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ്. ന്യൂയോർക്ക് സിറ്റി, ബോസ്റ്റൺ, ഫിലാഡൽഫിയ എന്നിവയുൾപ്പെടെ I-95 ഇടനാഴിയിലെ പ്രധാന നഗരങ്ങളിൽ ബ്ലിസാർഡ് മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു. പല പ്രദേശങ്ങളിലും മണിക്കൂറിൽ 3 ഇഞ്ച് വരെ മഞ്ഞ് വീഴ്ച രേഖപ്പെടുത്തുന്നു. മണിക്കൂറിൽ 60 മൈൽ വേഗതയിൽ കാറ്റ് വീശുന്നു. മർദ്ദം പെട്ടെന്ന് 988 മില്ലിബാറായി കുറഞ്ഞതിനാൽ കാലാവസ്ഥാ നിരീക്ഷകർ ഇപ്പോഴത്തെ പ്രതിഭാസത്തെ ഒരു ബോംബ് സൈക്ലോൺ എന്ന് തരംതിരിക്കുന്നു. ബോംബോജെനീസിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയ. ബോംബ് സൈക്ലോൺ എന്നത് പെട്ടെന്ന് കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു കൊടുങ്കാറ്റാണ്. കനത്ത മഞ്ഞുവീഴ്ചയാണ് ഇതിന്റെ പ്രതിഭാസം. കനത്ത മഞ്ഞുവീഴ്ച, അതിശക്തമായ കാറ്റ്, വെള്ളപ്പൊക്കം എന്നിവയൊക്കെ ഈ സൈക്ലോണിന്റെ ഭാഗം. ഒരു ബോംബ് സൈക്ലോൺ എങ്ങനെ രൂപപ്പെടുന്നു എന്നത് നമുക്കൊന്ന് നോക്കാം. തണുത്ത വായു ചൂടുള്ള സമുദ്രജലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് സാധാരണയായി കൊടുങ്കാറ്റുകൾ ആരംഭിക്കുന്നത്. താപനിലയിലെ ഈ വ്യത്യാസം വായുവിനെ അസ്ഥിരമാക്കുന്നു. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു ഉയരാൻ ഇത് കാരണമാകും. ഇത് കൊടുങ്കാറ്റിന് കൂടുതൽ ഊർജവും ഈർപ്പവും നൽകുന്നു. കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുമ്പോൾ കാറ്റ് ശക്തി പ്രാപിക്കുകയും പ്രാദേശിക കാലാവസ്ഥയെ ആശ്രയിച്ച് കനത്ത മഞ്ഞുവീഴ്ചയോ മഴയോ സംഭവിക്കുകയും ചെയ്യും. ബോംബ് സൈക്ലോണുകൾ കൂടുതലും മധ്യ അക്ഷാംശ പ്രദേശങ്ങളിലാണ് കാണുന്നത്. അവയെ ചുഴലിക്കാറ്റുകൾ എന്ന് വിളിക്കാറില്ല. എക്സ്ട്രാ ട്രോപ്പിക്കൽ കൊടുങ്കാറ്റുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ന്യൂയോർക്ക്, മസാച്യുസെറ്റ്സ്, പെൻസിൽവാനിയ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ഹിമപാത മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇടയ്ക്കിടെ മഞ്ഞ് അതിശക്തമായി പെയ്തിറങ്ങുന്നു. വിമാന ഗതാഗതം പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടിരിക്കുന്നു. ചില ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു. യാത്ര അത്യാവശ്യമല്ല എങ്കിൽ വീടിനുള്ളിൽ തന്നെ സുരക്ഷിതമായി കഴിയണമെന്ന് മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകി. തീരപ്രദേശങ്ങളിൽ വലിയ കടൽക്ഷോഭവും തുറന്ന സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും അനുഭവപ്പെടാം എന്നാണ് മുന്നറിയിപ്പ്. ജനനിബിഡമായ ന്യൂ ജേഴ്സി സിറ്റി ഇപ്പോൾ പൂർണ്ണ വിജനതയിൽ. വ്യാപകമായ വൈദ്യുതി തടസ്സങ്ങൾ. 1 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് അവിടെ വൈദ്യുതിയില്ല. അതിശക്തമായി പെയ്തിറങ്ങിയ മഞ്ഞും ശക്തമായ കാറ്റും മരക്കൊമ്പുകളും വൈദ്യുതി ലൈനുകളുമൊക്കെ ഒടിച്ചു കിടക്കുന്ന ഭയാനകമായ അവസ്ഥ. കൊടുങ്കാറ്റ് ക്രമേണ വടക്ക് കിഴക്കായി നീങ്ങുമെന്നാണ് പ്രവചനം. ശക്തമായ മഞ്ഞുവീഴ്ച അവസാനിച്ചാലും അതീവ തണുപ്പ് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ചുരുക്കത്തിൽ മഞ്ഞിനടിയിൽ മുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ന്യൂയോർക്ക് നഗരം. വിന്റർ സ്റ്റോം ഹെർണാണ്ടോ എന്നറിയപ്പെടുന്ന ഈ ഭീമൻ മഞ്ഞുവീഴ്ച യുഎസിന്റെ വടക്ക് കിഴക്കൻ മേഖലയെ പൂർണ്ണമായി സ്തംഭിപ്പിച്ചു. സ്ഫോടനാത്മക കാലാവസ്ഥയെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഭൂമിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ന്യൂയോർക്ക് നഗരം പൂർണ്ണ നിശബ്ദതയിലും നിസ്സംഗതയിലും തണുത്തു വിറച്ചു കിടക്കുകയാണ് ന്യൂയോർക്ക് നഗരം. കാനഡയിൽ നിന്ന് തെക്കോട്ട് നീങ്ങുന്ന അന്തരീക്ഷ വായു ശക്തമായ ഒരു ഉഷ്ണമേഖല ജെറ്റ് സ്ട്രീക്ക് കൂട്ടിയിടിക്കുന്നു. ഇത് ഒറ്റ രാത്രി കൊണ്ട് താഴ്ന്ന മർദ്ദ സംവിധാനത്തെ വേഗത്തിൽ തീവ്രമാക്കി. ബോംബ് സൈക്ലോൺ പ്രദേശത്തെ ജനങ്ങൾക്ക് ദുഷ്കരമായി മാറുന്ന കാഴ്ച. ഒരു കൊടുങ്കാറ്റ് വീണ്ടും പൊട്ടിത്തെറിക്കുന്ന കാഴ്ച. ബോംബ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാവും? അതിന് സമാനമാണ് ഇപ്പോൾ കാലാവസ്ഥയുടെ ഇപ്പോഴത്തെ രൂപഭാവവും. യുഎസിന്റെ കിഴക്കൻ തീരം മുഴുവൻ മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ശക്തമായ തണുത്ത കാറ്റിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ജനങ്ങൾ വീടിനുള്ളിൽ.
പല സ്ഥലങ്ങളിലും വൈദ്യുതി ഇല്ലാത്തത് അവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുന്നു. പോളാർ വോർട്ടെക്സ് എന്നത് അന്തരീക്ഷത്തിൽ ഉയർന്ന നിലയിൽ സ്ഥിതി ചെയ്ത് ഭൂമിയുടെ 2 ധ്രുവങ്ങളെയും ചുറ്റിപ്പിടിക്കുന്ന തണുത്ത വായുവിന്റെ ഒരു വലിയ പിണ്ഡമാണ്. ഇത് കേടുകൂടാതെയും ഭൂമിയുമായി ഇറുകിയതുമായി നിലനിൽക്കുമ്പോൾ ആ തണുത്ത വായു അത് ഉൾപ്പെടുന്ന ധ്രുവങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഈ മേഖലയിലുണ്ടാകുന്ന ഏതൊരു മാറ്റം ഈ അവസ്ഥയെ ദുർബലമാക്കുകയും അത് തണുത്ത വായു തെക്കോട്ട് യുഎസിന്റെ വടക്ക് കിഴക്ക് പോലുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനും ഇടവരുന്നു. ഇവിടെയാണ് കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ ചർച്ചയാകുന്നത്. ആർട്ടിക് താപനില ഉയരുന്നത് ധ്രുവച്ചുഴിയുടെ സ്ഥിരത കുറയ്ക്കുന്നുവെന്നും ഇത് പലപ്പോഴും വളരുകയും തകരുകയും ചെയ്യുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ചുരുക്കത്തിൽ ആർട്ടിക് മേഖല ചൂടുപിടിക്കുന്നതോടെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കായി ഫ്രീസർ വാതിലുകൾ തുറന്നിടുന്നതിന് സമാനമാകും. അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ബോംബ് സൈക്ലോണിനെ ഇങ്ങനെയാണ് കാലാവസ്ഥാ വിദഗ്ധർ താരതമ്യപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ അടിസ്ഥാനപരമായി തണുത്ത ആർട്ടിക് വായു പതിവിലും കൂടുതൽ തെക്കോട്ട് വ്യാപിക്കാൻ ഇടവരുത്തിയതാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് കാരണം. ആർട്ടിക് മേഖലയിലെ ഈ തണുത്ത വായുമണ്ഡലം ഈർപ്പമുള്ള അറ്റ്ലാന്റിക് വായുവുമായി കൂട്ടിമുട്ടിയപ്പോൾ അന്തരീക്ഷം വളരെ അസ്ഥിരമായി. 40 ലക്ഷം ആളുകൾക്ക് ഒരേ സമയം ഹിമപാത മുന്നറിയിപ്പ്. അമേരിക്ക നേരിടുന്നത് വലിയ കാലാവസ്ഥാ വെല്ലുവിളി തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.